ഇടുക്കി ആർച്ച് ഡാമിന്റെ പ്രതലത്തിൽ ലേസർ ഷോ പ്രഖ്യാപനം പ്രഹസനം മാത്രമായി മാറി. ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ ലോകശ്രദ്ധ നേടുമായിരുന്ന പദ്ധതിയുടെ പേരിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയതല്ലാതെ വർഷങ്ങളായിട്ടും തുടർ നടപടികൾ ഒന്നുമില്ല. 6 കോടി ബജറ്റിൽ പെടുത്തിയിട്ട് ഉദ്ഘാടനങ്ങൾ പലതും നടന്നിട്ടും ലേസർ ഷോ ജലരേഖയായി മാറുകയാണ്. 6 കോടി രൂപ കഴിഞ്ഞ സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഏഷ്യയ്ക്ക് അഭിമാനമായ ഇടുക്കി ആർച്ച് ഡാമിന്റെ പ്രതലത്തിൽ ലേസർ ഷോ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതാകട്ടെ ഇടുക്കിയുടെ ടൂറിസം ഭൂപടം ലോക ശ്രദ്ധ നേടുന്നതിനും കാരണമാകുമായിരുന്നു. എന്നാൽ 6 കോടി ബജറ്റിൽ പ്രഖ്യാപിച്ചതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്ഘാടന മാമാങ്കങ്ങളും നടന്നതൊഴിച്ചാൽ പദ്ധതി വെറും ഷോ ആയി മാറിയെന്നതാണ് വസ്തുത. 6 കോടി പ്രഖ്യാപിച്ച പദ്ധതിയിൽ 100 രൂപയാണ് അനുവദിച്ചതെന്നാണ് പുതിയ കണ്ടെത്തൽ. ലേസർ ഷോ, ഇടുക്കി ഡാമിൽ ലേസർ ഷോ, അതിന് പല ഉദ്ഘാടനമൊക്കെ നടത്തിയായിട്ടും കേട്ടു. അപ്പൊ ഞാൻ ധരിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ആയി കിടക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇതിനെ സംബന്ധിച്ചുള്ള ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വസ്തുത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ട്. അനുവദിച്ചേക്കുന്ന തുക 100 രൂപ. അപ്പോൾ 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ലേസർ ഷോയ്ക്ക് 100 രൂപ അനുവദിച്ചാൽ പണി നടക്കാൻ പറ്റുമോ? അതിന് ഉദ്ഘാടനം നടത്താൻ പറ്റുമോ? നടക്കുന്ന കാര്യമില്ലല്ലോ. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് ഈ പ്രഖ്യാപനത്തിലെ പൊള്ളത്തരം പൊളിയുന്നത്. തത്വത്തിൽ 100 രൂപ അനുവദിച്ച പദ്ധതിക്ക് ലക്ഷങ്ങൾ മുടക്കിയ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇടുക്കിക്ക് അഭിമാനം എന്നതിനപ്പുറം ഇന്ത്യക്ക് അഭിമാനമായ ഈ പദ്ധതി പുനർജീവിപ്പിച്ച് പദ്ധതി നടപ്പാക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.